ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ കയ്യിൽ ദോശമാവോ അല്ലെങ്കിൽ ഇഡലി മാവോ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു സിമ്പിൾ അതുപോലെ തന്നെ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കാം എന്നാണ് കാണിച്ചു തരുന്നത്. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഇഡലി മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു വിസ്ക് വെച്ച് നന്നായി കട്ടകളൊന്നുമില്ലാതെ ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് കൈകൊണ്ട് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് ആന്ധ്രാപ്രദേശിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് ഐറ്റമാണ്. ഇതിന് അവിടെ പുനുകുലു എന്നാണ് പറയുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് അപ്പക്കാരം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഒരു സ്പൂണ് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം, മീഡിയം ടു ലോയിലായിരിക്കണം ഫ്ലെയിം ഉണ്ടായിരിക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. കുറച്ച് കുറച്ചായി നമുക്ക് സ്പൂണ് വെച്ച് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നത് കാണാം. നല്ല സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റായിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ ദോശയോ ഇഡലിയോ കണ്ടിന്യൂസ് ആയി ഉണ്ടാക്കി അല്ലെങ്കിൽ കഴിച്ചു മടുത്തെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ ചട്നി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കും ഇത് ഓയിലൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പോഴുള്ള സ്റ്റഡി വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളെ ആരോഗ്യത്തിന് കുറച്ച് ഓയിലൊക്കെ വളരെയധികം അത്യാവശ്യമാണ്. ഓയിലധികം കുറച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കൈവച്ച് ആണ് ബാറ്റർ ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പൊങ്ങി മുകളിലോട്ട് വരുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എല്ലാ കുക്കിങ്ങിനും അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനും എല്ലാം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മറ്റുള്ള ഓയിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടും നല്ലത് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം പുനുകുലു ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നു. വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്.